കിഡ്നി ഞങ്ങൾക്ക് തന്നെ വേണം, ഞങ്ങളുടെ കരട് ഞങ്ങൾക്ക് തന്നെ വേണം എന്നൊരു സന്ദേശം നൽകപ്പെടുന്ന ഒരു സമരമാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ബിരിയാണി ചലഞ്ചിന് നമ്മൾ തുടക്കം കുറിക്കും. ഒരുപാട് ഫണ്ട് ആവശ്യം. നേരത്തെ പറഞ്ഞതുപോലെ സമ്പന്നര് അവരവരുടെ സമ്പത്ത് ദിവസം കഴിയുന്നതോറും ഇങ്ങനെ മണിക്കൂർ വെച്ച് വലിയ വലിയ സമ്പത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സമ്പത്തൊക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുക ആയിക്കോട്ടെ. പക്ഷെ ഇതിനൊക്കെ വലിയ ഒരു ഉത്തരം ഇത് നമുക്ക് വരാം. ഇപ്പൊ നമ്മുടെ കേസ് ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതിയിൽ ഒരു വക്കീൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ലക്ഷങ്ങളാണ്. നമ്മുടെ കേസ് ഏറ്റെടുക്കാൻ തന്നെ വലിയ ലക്ഷങ്ങൾ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് നിയമ പോരാട്ടം വേണ്ടി വന്നാലും ഇപ്പൊ നമ്മുടെ ഭരണകൂടങ്ങളുടെ ഒക്കെ പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും. ജുഡീഷ്യറിയിലാണ് ഇനി നമുക്കുള്ള പ്രതീക്ഷ. അവിടെ അത് ജയിക്കണമെങ്കിൽ കോടതിയുടെ പൊതുവായ സ്ഥിതി എന്ന് പറഞ്ഞാൽ കോടതി ശരിതെറ്റുകൾ എന്ന് പറയുന്നത് മിടുക്കൻ വക്കീല് എങ്ങനെ പെർഫോമൻസ് നടത്തുന്നോ അതനുസരിച്ചാണ് അവിടെ റിസൾട്ട് ഉണ്ടാകും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ലോക്കൽ വക്കീലാക്കിയാൽ മതിയാവില്ലല്ലോ. പ്രഗത്ഭനായ നല്ല യുദ്ധം വന്ന് വാദിച്ച് നന്മയുടെ നീതിയുടെ കൂടെ നിന്ന് ജയിക്കാൻ പറ്റുന്ന വക്കീൽ നമുക്ക് ആവശ്യം. അത് വലിയ ഫണ്ട് ആവശ്യം. ഇതൊക്കെ നമ്മൾ എന്തിനാണ് അങ്ങനെ ആയിത്തീർന്നു? ഈ വലിയ ഊർഷകൾ ഇവിടെ ഇടം നേടിയത് കൊണ്ട് നമ്മൾ അങ്ങനെ ആവേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് സമ്പത്ത് കുറച്ച് ചെലവഴിക്കണം എന്നത് തീർച്ചയായും. ഇപ്പൊ കഴിഞ്ഞ സമരങ്ങളിലൊക്കെ വന്ന ചെലവുകൾക്ക് ഓരോരുത്തർ സ്വന്തം വഹിച്ചിട്ടുണ്ട്, പിരിവെടുത്തത്. ഈ ബിരിയാണി ചലഞ്ചിന്റെ വിപ്ലവം ഇതൊരു വലിയ സമരമാണ്. ഇത് ഫണ്ട് ശേഖരണം മാത്രമല്ല, ബിരിയാണി ചലഞ്ച് ഒരു സമരമാണ്. ആ സമരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഫണ്ട് കൂടി ശേഖരിക്കാൻ സാധിക്കും. നമ്മൾ നഷ്ടപ്പെടാനുള്ളതല്ല. നമ്മളിപ്പോ ഒരു